പരിശുദ്ധനായ ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും 8ാമത്തെ മാസത്തിൻ്റെ ആദ്യത്തെ ചൊവ്വാഴ്ച ജീവനുള്ള ദൈവത്തിൻ്റെ ആലയത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഒരുക്കിയതായിട്ടുള്ള കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നാം പാടിയതുപോലെ തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം നേടിയേ പാപിയാമെന്നെ. നാം തേടിയതല്ല, സർവശക്തനായ ദൈവം നമ്മെ നേടിയതായിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ കൃപയാലാണ് നാം ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആലയത്തിലായിരിക്കുന്നത്. നമ്മെ തേടി വന്ന സ്നേഹത്തിൻ്റെ, നമ്മോട് കാണിച്ചതായിട്ടുള്ള കരുണയുടെ, നമ്മോട് കാണിച്ചതായിട്ടുള്ള ദീർഘക്ഷമയുടെ ഭാഗമായിട്ടാണ് നാം ഇന്ന് പകൽക്കാലം ഈ തിരുസന്നിധിയിലായിരിക്കുന്നത്. നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനല്ല, നമ്മുടെ സമശിഷ്ടകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരയേണ്ടതിന് വേണ്ടിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അനവധി പേർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. നമ്മുടെ രക്തത്തിൽ നിന്ന് രക്തവും മാംസത്തിൽ നിന്ന് മാംസവുമായിരിക്കുന്ന അനവധി പേരെ ദുഷ്ടൻ തകർത്ത് കളഞ്ഞു. എന്നാൽ അപ്രകാരമുള്ള നമ്മുടെ സമശിഷ്ടകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനാണ് ഇന്ന് പകൽക്കാലം ദൈവം ഈ അവസരം നൽകിയിരിക്കുന്നത്. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചതുപോലെ ചുമരിൻ്റെ നേരെ മുഖം തിരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം മറുപടി നൽകുക തന്നെ ചെയ്യും. നമ്മുടെ ഓരോരുത്തരെയും അനുഭവത്തിൽ അനവധി കാര്യങ്ങൾ ദൈവം ഈ ആലയത്തിൽ പ്രാർത്ഥിച്ചതായിട്ടുള്ള വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകിയിട്ടുണ്ട്. ഇതുവരെയും നമ്മെ ശുഭകരമായി വഴി നടത്തിയവനായിട്ടുള്ള ദൈവം ഇനിമേലും നടത്തുവാൻ അവൻ മതിയായവൻ തന്നെയാണ്. നമ്മളാണ് ദൈവസന്നിധിയിൽ അവിശ്വസ്തരായിരിക്കുന്നത്. എന്നാൽ സർവശക്തനായ ദൈവം ഇതുവരെയും വിശ്വസ്തനായി നമ്മോട് കൂടെയിരുന്നു. നമ്മുടെ കുറവുകളൊന്നും കണക്കിടാതെ വണ്ണം ദൈവം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേട്ടു. നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായിട്ടുള്ള അനവധി കാര്യങ്ങൾ ദൈവം നമുക്ക് സാധ്യമാക്കി നൽകി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള അനവധി അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവം നമുക്ക് നൽകി. നാം പ്രാർത്ഥിച്ചതൊന്നും ദൈവം നമുക്ക് നൽകാതിരുന്നിട്ടില്ല. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. എന്നാൽ ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വസ്തയോടുകൂടി ആയിത്തീരുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കുറ്റസമ്മതത്തോടുകൂടി നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. ദൈവം അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. കടന്നു വന്നതായിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്താൽ നടത്തപ്പെടുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ആലയത്തിൽ നമുക്ക് ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ദൈവസന്നിധിയിൽ ഓരോ വിശുദ്ധ ദിവസം കടന്നു വരുവാനും എല്ലാറ്റിനും ഒരുക്കുന്ന ദൈവത്തിന് സ്തോത്രം. എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവുകയില്ല. ദൈവം ചെയ്തതായിട്ടുള്ള നന്മകൾ എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തെ എത്ര ഉയർത്തിയാലും മതിയാവുകയില്ല. അത്രമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് നൽകിയതായിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം അത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാനും പ്രാർത്ഥിപ്പാനും ആയിത്തീരുവാനും വേണ്ടിയാണ്. അതിനായി സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്കൊരു വചനത്തിലേക്ക് കടന്നു വരാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകേണ്ടതിന് വേണ്ടി. എന്നാൽ ഈ ജീവിതയാത്രയിൽ അനവധി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. നാം പാടിയതുപോലെ ഈ വാരിധിയും വൻതിരയും തള്ളലേറ്റു ഞാൻ, മുങ്ങിടാതെ പ്രിയൻ എൻ്റെ ബോട്ടിലുണ്ടല്ലോ. ഈ യാത്രയിൽ ഒരുപാട് തിരകളുണ്ട്, കാറ്റുണ്ട്, കടൽ പ്രതികൂലമായി എല്ലാം നമ്മോട് കൂടെയുണ്ട്. എന്നാൽ മുങ്ങിടാതെ ഒരുവൻ നമ്മോടുകൂടെ വേണം. അത് സർവശക്തനായ ദൈവം മാത്രമായിരിക്കണം. ഈ യാത്രയിൽ നാം മുന്നോട്ട് പോകണമെങ്കിൽ ദൈവം നമ്മെ വിളിച്ചതായിട്ടുള്ള വിളി
നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി സ്വർഗരാജ്യം അത് പ്രാപിക്കണമെങ്കിൽ ഈ യാത്രയിൽ നാം ദൈവത്തോടുകൂടെ ആയിരിക്കണം എന്നാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മോട് സംസാരിപ്പാനായിട്ടുള്ളത്. ഒരുപാട് പ്രതികൂലങ്ങൾ വരാം, ഒരുപാട് പ്രതിസന്ധികൾ വരാം. ദൈവത്തെ തള്ളിപ്പറയേണ്ടതായിട്ടുള്ള അനവധി അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വന്നേക്കാം. എന്നാൽ സർവശക്തനായ ജീവനുള്ള ദൈവത്തോടുകൂടെ യാത്ര ചെയ്താൽ മാത്രമേ സ്വർഗരാജ്യം പ്രാപിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ നാം വായിച്ചു കേട്ടത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ്. ഇന്ന് പകൽക്കാലം നാം ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ്. എന്തിനു വേണ്ടിയാണ് നാം കൂടി വന്നിരിക്കുന്നത്? ജനത്തെ രക്ഷിക്കേണ്ടതിനും ജനത്തെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരേണ്ടതിനും ദൈവത്തിൻ്റെ സത്യസുവിശേഷം ലോകം മുഴുവനും അറിയേണ്ടതിനും അനവധി പ്രതികൂലങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ജനത്തിന് വിടുതലും ആശ്വാസവും അനുഗ്രഹവും ലഭിക്കേണ്ടതിനും സത്യദൈവം ആരാകുന്നു എന്ന് അനവധി ആയിരങ്ങൾക്ക് ബോധ്യം വരേണ്ടതിനും വേണ്ടിയാണ് ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടമല്ല. ഇത് ദൈവം നിയമിച്ചതായിട്ടുള്ള ദിവസമാണ്. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നശിച്ചു പോകുന്നതായിട്ടുള്ള ജനത്തിനു വേണ്ടി കരയുവാൻ തക്കവണ്ണം ദൈവം തീരുമാനിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ ദിവസമാണ് ഇന്ന് പകൽക്കാലം. ഇന്ന് നാം കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ്. എന്നാൽ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിന് ഹിതമല്ലാത്തതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം നാം ശോധന ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ വചനം ഇന്ന് വ്യക്തമായിട്ട് നമ്മോട് പറയുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നാം എപ്പോഴും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരാണ്, നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്, നാം എപ്പോഴും ആരാധിക്കുന്നവരാണ്. എന്നാൽ ദൈവം അതൊന്നുമല്ല ഇന്ന് പകൽക്കാലം നമ്മോട് ചോദിക്കുന്നത്, നീ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണോ എന്നുള്ളതാണ്. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തില്ല എങ്കിൽ ഒരിക്കലും സ്വർഗരാജ്യം പ്രാപിപ്പാനായിട്ട് കഴിയുകയില്ല എന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആലോചന നമ്മോട് അറിയിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവം തിരഞ്ഞെടുത്തതായിട്ടുള്ള, ദൈവം അഭിഷേകം ചെയ്ത് ദൈവത്തിൻ്റെ ആലയത്തിൽ ആക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള ജനമാണ് ഇന്ന് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നാം അനേകർ ഉപദേശിക്കുന്നവരാണ്, അനേകരോട് സുവിശേഷം അറിയിക്കുന്നവരാണ്, അനേകരെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നാം കൊണ്ടുവരുന്നവരാണ്. എന്നാൽ ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നതായിട്ടുള്ള വചനം, നാം സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണോ എന്നുള്ളതാണ്. ദൈവം നമ്മെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടി? ദൈവം നമ്മെ വിളിച്ചതും വേർതിരിച്ചതും ഉയർത്തിയതും അനുഗ്രഹിച്ചതും ഇന്ന് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നതും എന്തിനു വേണ്ടിയാകുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. എന്നാൽ മാത്രമേ സ്വർഗരാജ്യം നാം പ്രാപിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. ഇതിൻ്റെ താഴത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികൾക്ക് സൗഖ്യം നൽകി, അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ ദൈവം അവരോട് ഇപ്രകാരം പറയുന്നു, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്നുള്ള ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ആർക്കും ഇടവരരുത്. അതിനുവേണ്ടി നാം അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? ഒന്നാമത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവം ആഗ്രഹിക്കുന്നത് നാം വിശുദ്ധിയിൽ കൂടി നടക്കുക എന്നുള്ളതാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വഴിയിൽ കൂടി നാം നടക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. ദൈവവചനത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്. പത്രോസിനോട് ദൈവം പറഞ്ഞു, പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പത്രോസ് യേശുവിനെ അനുസരിച്ചു. അവന് പെരുത്ത മീൻകൂട്ടം ലഭിപ്പാൻ ഇടയായി തീർന്നു. പെരുത്ത മീൻകൂട്ടം ലഭിച്ചപ്പോൾ അവനോട് പറഞ്ഞു, ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. എന്തുകൊണ്ടാണ് ദൈവം അവനോട് അപ്രകാരം പറഞ്ഞത്? അവൻ പറഞ്ഞത് അനുസരിച്ചത് കൊണ്ടാണ്. ഒന്നാമത് ദൈവം അവനോട് സംസാരിച്ചത് പടകിൻ്റെ
വലത്തുഭാഗത്ത് നീ വല വീശുവിൻ എന്നുള്ളതാണ്. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല വീശുവിൻ എന്നുള്ളതാണ്. അതവൻ അനുസരിച്ചപ്പോഴാണ് ദൈവം അവനോട് പറഞ്ഞത്, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവരാകും. അതിനർത്ഥം അവൻ അനുസരിക്കുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. ഇന്ന് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ച് ഈ ആലയത്തിൽ ആക്കി വെച്ചത് നാം അവനെ അനുസരിക്കേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ ദൈവം വിളിച്ചതും വേർതിരിച്ചതും ദൈവത്തിന് മനസ്താപമാകുവാൻ ഇടയായി തീർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ശോധന ചെയ്യേണ്ടത്. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, ശൗൽ ഏറ്റവും ശ്രേഷ്ഠനും കൊള്ളാകുന്നവനുമായിരുന്നു, എന്നാൽ ദൈവം അവനെ തിരഞ്ഞെടുത്തു. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം അവനെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ശൗലിനെ തിരഞ്ഞെടുത്തത് നിമിത്തം എനിക്ക് മനസ്താപമായി. ഇന്ന് ദൈവം നമ്മെ വിളിച്ചതും ദൈവം നമ്മെ തിരഞ്ഞെടുത്തതും ഓർത്ത് ദൈവം ദുഃഖിക്കുവാൻ ഇടവരരുത് എന്നാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മോട് സംസാരിപ്പാനായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ദൈവം ഇന്ന് പകൽക്കാലം അപ്രകാരം സംസാരിക്കുന്നത്? നാം എല്ലാവരും ദൈവസന്നിധിയിൽ കൊള്ളാകുന്നവരായി തീരേണ്ടതിന് വേണ്ടി, നാം എല്ലാവരും ദൈവരാജ്യം പ്രാപിക്കേണ്ടതിന് വേണ്ടി, നാം എല്ലാവരും അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടി നിൽക്കേണ്ടതിന് വേണ്ടി. കാരണം ദൈവത്തിന് അനവധി കാര്യങ്ങൾ നമ്മിൽ കൂടെ പ്രവർത്തിക്കുവാനായിട്ടുണ്ട്. ദൈവത്തിന് അനവധി കാര്യങ്ങൾ നമ്മിൽ കൂടെ ചെയ്തെടുക്കുവാനായിട്ടുണ്ട്. ദൈവം അനവധി കാര്യങ്ങൾ നമ്മിൽ കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഉദ്ദേശങ്ങളെല്ലാം ദൈവസന്നിധിയിൽ നിവൃത്തിയാകണം. അതിനുവേണ്ടിയാണ് ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഇവിടെ വായിച്ചു കേട്ടത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. അപ്പോൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. എപ്പോഴും പ്രാർത്ഥിക്കുന്നവനല്ല ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. വെറും വാക്കുകൊണ്ട് പറയുന്നവനല്ല ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവനല്ല സർവശക്തനായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. അവൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവനാണ് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ യോനയോട് ദൈവം അരുളി ചെയ്തു. എന്താണ് ദൈവം യോനയോട് അരുളി ചെയ്തത്? നീ നിനവയിലേക്ക് പുറപ്പെടുക എന്നുള്ളത്. എന്നാൽ യോന ചെയ്തത് തർശീശിലേക്കാണ് പോയത്. ഇന്ന് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം പറഞ്ഞതൊരു കാര്യം, എന്നാൽ നാം പ്രവർത്തിക്കുന്നത് മറ്റു കാര്യങ്ങളാണ്. യോനയെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം പറഞ്ഞത് ഒരു കാര്യം, ദൈവം പോകുവാൻ പറഞ്ഞത് ഒരിടത്തേക്ക്, എന്നാൽ നമ്മുടെ ജീവിതയാത്ര എങ്ങോട്ടാകുന്നു എന്ന് ഇന്ന് പകൽക്കാലം നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ ശോധന ചെയ്തേ മതിയാവുകയുള്ളൂ. ദൈവം നമ്മെ വിളിച്ചത് അക്കരെ കാണുന്നതായിട്ടുള്ള പ്രകാശത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുവാനാണ്. അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. അവനെ വളർത്തുവാനും ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനുമാണ്. ദൈവം നമ്മെ വിളിച്ചത് അവന്റെ സാക്ഷിയായി ജീവിക്കുവാനാണ്. ദൈവം നമ്മെ വിളിച്ചത് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ യേശു അടുത്ത് ചെന്ന് അവരോട് ഇപ്രകാരം പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിക്കും ഭൂമിയിലെ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിച്ചുകൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യനാക്കിക്കൊള്ളുവിൻ. അവിടെ പഠിപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിച്ചുകൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ദൈവം നമ്മെ വിളിച്ചത് യേശു പറഞ്ഞത് പ്രവർത്തിക്കേണ്ടതിന് വേണ്ടിയാണ്. യേശു അടുത്ത് ചെന്ന് ശിഷ്യന്മാരോട് മറ്റൊന്നും പറഞ്ഞില്ല. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അവൻ നമ്മോട് കൂടെയുണ്ട്. നമ്മെ വിളിച്ചവനായ ദൈവം വിശ്വസ്തനായി നമ്മോട് കൂടെയുണ്ട്. നമ്മെ വഴിയിൽ വിട്ടേച്ചു പോകാത്ത നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. സ്വർഗത്തിലും ഭൂമിക്ക് സകല അധികാരങ്ങളും ഉള്ളവനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് അരുളി ചെയ്തവനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. എന്നാൽ നമ്മുടെ യാത്ര എവിടേക്കാണ്? ഇന്ന് പകൽക്കാലം നമ്മൾ ശോധന ചെയ്യണം. നാം പ്രാർത്ഥിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, സുവിശേഷ വേല പറ്റാവുന്നതൊക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? ഹല്ലേലൂയ! സ്വർഗരാജ്യത്തിലേക്കായിരിക്കണം നമ്മുടെ യാത്ര.
അബ്രഹാമിനെ പോലെ വാഗ്ദത്തം ചെയ്ത ദേശത്ത് അന്യദേശത്ത് എന്ന പോലെ പാർത്തുകൊണ്ട് ദൈവം സൃഷ്ടിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി അവൻ കാത്തിരുന്നു. നമ്മെ ദൈവം വിളിച്ചത് ദൈവം അടിസ്ഥാനമിട്ടിരിക്കുന്നതായിട്ടുള്ള നഗരത്തിനായി കാത്തിരിക്കേണ്ടതിന് വേണ്ടിയാണ്. ഇവിടെ വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്: യോനയെ ദൈവം നിനവയിലേക്ക് പോകുവാനായിട്ട് വിട്ടു, എന്നാൽ യോന തർശീശിലേക്ക് പോയി. എന്നാൽ അവനെ സ്നേഹിക്കുന്നവനായ ദൈവം അവനെ വീണ്ടും നിനവയിലേക്ക് കൊണ്ടുവന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് യോനയെക്കുറിച്ച് ചില പദ്ധതികളുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം നാം അനവധി വട്ടം പിന്മാറിയിട്ടും അനവധി വട്ടം പുറകിലേക്ക് പോയിട്ടും ദൈവം നമ്മെ വീണ്ടും ഈ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനുള്ള കാരണം, നമ്മിൽ കൂടെ ചില കാര്യങ്ങൾ ദൈവത്തിന് ചെയ്തെടുക്കുവാനായിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നിവർത്തിച്ചേ നമ്മെ അവസാനിപ്പിക്കൂ എന്ന് ഇന്ന് പകൽക്കാലം നിങ്ങളോട് സർവശക്തനായ ദൈവം അരുളി ചെയ്യുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു: ദൈവം പറഞ്ഞത് അവൻ കേൾക്കേണ്ടി വന്നു, അവൻ അനുസരിക്കേണ്ടി വന്നു. പക്ഷെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം അവന് ചെയ്യുവാനായിട്ട് മനസ്സുണ്ടായിരുന്നില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. യോനയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് പോയത്. യോനയ്ക്ക് കോപമായി. അവൻ ദൈവത്തോട് വാദിക്കുന്നവനായി, അവൻ ദൈവത്തോട് പ്രത്യുത്തരം പറയുന്നവനായി തീർന്നു. കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം ചെയ്തത് യോനയ്ക്ക് അനിഷ്ടമായി. ദൈവം എന്തിനാണ് യോനയെ അയച്ചത്? നിനവയിലുള്ള ജനത്തിന് മാനസാന്തരം വരേണ്ടതിനും അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടതിനുമാണ് ദൈവം ആഗ്രഹിച്ചത്. യോനയെ ദൈവം അയച്ചത് അതിനു വേണ്ടിയാണ്. എന്നാൽ യോനയ്ക്ക് അതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. യോന നിവൃത്തികേട് കൊണ്ടാണ് അത് ചെയ്തത് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ഒരു യോനയായി തീരരുത്. ദൈവം പറഞ്ഞതുപോലെ അനുസരിപ്പാൻ നാം ബാധ്യസ്ഥരാണ്. ദൈവം പറഞ്ഞത് പ്രവർത്തിച്ചാൽ മാത്രമേ ദൈവരാജ്യം പ്രാപിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവം പറഞ്ഞത് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അനിഷ്ടമായി തീരരുത്. ദൈവം പറഞ്ഞത് എന്തോ അത് നാം നിവർത്തിക്കുന്നവരായിരിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവരും ജനത്തെ സ്നേഹിക്കുന്നവരുമായിരിക്കണം. ഇവിടെ എന്തുകൊണ്ടാണ് യോനയ്ക്ക് കോപം വന്നത് എന്ന് ചോദിച്ചാൽ, യോന നിനവയിൽ പോയി പ്രസംഗിച്ചു. ദൈവം നിങ്ങളെ നശിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്തത് 3-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ദൈവം വീണ്ടും അനുദപിച്ചു, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറിയിരിക്കും. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിച്ചു. ദുർമാർഗം വിട്ടുതിരിഞ്ഞപ്പോൾ ദൈവം അവർക്ക് വരുത്തുമെന്നുള്ള അനർത്ഥത്തെ കുറിച്ച് അവൻ അനുദപിച്ചു. അത് വരുത്തിയതുമില്ല. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. എന്തുകൊണ്ടാണ്? ദൈവം ആഗ്രഹിക്കുന്നത് ജനത്തിന് വിടുതൽ ലഭിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹമല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാവരും മാനസാന്തരപ്പെടണമെന്നും എല്ലാവരും ദൈവരാജ്യം പ്രാപിക്കണമെന്നും എല്ലാവരും തങ്ങളുടെ ദുർമാർഗം വിട്ടുതിരിയണമെന്നും എല്ലാവരും ദൈവസന്നിധിയിൽ എത്തണമെന്നുമാണ് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് പ്രസംഗിച്ചതായിട്ടുള്ള യോനയ്ക്ക് അതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ വിളിച്ചത് കർത്താവേ കർത്താവേ എന്ന് പറയുവാനല്ല, പ്രസംഗിക്കുവാനല്ല. ദൈവം നമ്മെ വിളിച്ചത് അവൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ്. അവൻ പറഞ്ഞത് അനുസരിപ്പാനാണ്. അവൻ പറഞ്ഞത് പ്രവർത്തിപ്പാനാണ്. അവന് വേണ്ടി ജീവിക്കുവാനാണ്. അത് മനസ്സോടുകൂടി ചെയ്യേണ്ടതിനാണ്. അത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി തീരണമെന്നുള്ളതാണ്. ഈ യോന അവിടെ ചെന്ന് പ്രസംഗിച്ചപ്പോൾ അവരെന്താണ് ചെയ്തത്? രാജാവ് ഇപ്രകാരം ചെയ്തു. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം. അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കാം:
ഏഴാമത്തെ വാക്യം. അവൻ നിനവേയിൽ എങ്ങും ഘോഷിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ രാജാവിന്റെയും അവന്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിത്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗം വിട്ടുതിരിയണം. സാഹസവും വിട്ട് മനം തിരികെയും വേണം. ദൈവം വീണ്ടും അനുദപിച്ചു നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറിയിരിക്കും. അപ്പോൾ ദൈവം നമ്മെ ഇന്ന് പകൽക്കാലം ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അനേകരുടെ ഉഗ്രകോപം മാറിപ്പോകേണ്ടതിനും ദൈവസന്നിധിയിലേക്ക് അവർ മടങ്ങി വരേണ്ടതിനുമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ വയനാട് അനവധി മക്കൾ ദൈവ സന്നിധിയിൽ നിന്നും അവരുടെ ദേശമെല്ലാം നഷ്ടപ്പെട്ട്, ഭവനം നഷ്ടപ്പെട്ട്, മക്കളെ നഷ്ടപ്പെട്ട്, ബന്ധുമിത്രാദികളെ നഷ്ടപ്പെട്ട്, അവർ ഇതുവരെ സ്വരൂപിച്ചതായിട്ടുള്ള എല്ലാം നഷ്ടപ്പെട്ട് അവരുടെ സ്വപ്നങ്ങളെല്ലാം മണ്ണിനടിയിലായി പോയി. ദൈവം നമ്മെ വിളിച്ചത് നശിപ്പിക്കേണ്ടതിന് വേണ്ടിയല്ല, ദൈവം നമ്മെ വിളിച്ചത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. ദൈവം നമ്മെ വിളിച്ചത് അവർക്ക് വേണ്ടി കരയുവാനാണ്. ദൈവം നമ്മെ ഇന്ന് പകൽക്കാലം കൊണ്ടുവന്നിരിക്കുന്നത് അപ്രകാരമുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരയേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ കരഞ്ഞാൽ, നാം നിലവിളിച്ചാൽ, നാം പ്രാർത്ഥിച്ചാൽ ദൈവം അതിന് മറുപടി നൽകാതിരിക്കുകയില്ല. ഇവിടെ എല്ലാ രാജാവും സൈന്യവും ജനവും മൃഗവും ഒരുപോലെ ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ അവർ ഉപവസിച്ചു, ദൈവസന്നിധിയിൽ അവർ ആയിത്തീർന്നു. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അവൻ്റെ കോപം വിട്ടു മാറേണ്ടതിന് വേണ്ടി അവരെല്ലാവരും ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിച്ചു. ദൈവം അവരോട് ക്ഷമിച്ചു. ഇന്ന് പകൽക്കാലം ദൈവം ക്ഷമിക്കണമെങ്കിൽ, ദൈവം മറുപടി നൽകണമെങ്കിൽ എല്ലാവരും ഒരു മനസ്സോടുകൂടെ ദൈവത്തിൻ്റെ ആലയത്തിലായിരിക്കണം. അവിടെ വായിച്ചു കേട്ടത് രാജാവും സൈന്യവും ജനവും മൃഗങ്ങളും സമ്പത്തും എല്ലാം ഒരുമിച്ച് ഒരു മനസ്സോടുകൂടെ ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം നാം ചെറിയവരോ വലിയവരോ കൊള്ളാകുന്നവരോ ശ്രേഷ്ഠന്മാരോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നാം. എന്നാൽ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുപോലെയാണ്. നാം എല്ലാവരും ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിച്ചാൽ, ഞാൻ വലിയവനെന്നോ നീ ചെറിയവനെന്നോ ചിന്തിക്കാതെ വണ്ണം ദൈവമേ ജനത്തോട് കരുണ തോന്നണമേ, ജനത്തോട് മനസ്സലിയണമേ, ജനത്തിൻ്റെ നിലവിളി കേൾക്കണമേ, ജനത്തെ നീ രക്ഷിക്കണമേ, ഞങ്ങളുടെ കേരളത്തോട് കരുണ കാണിക്കണമേ, ഞങ്ങൾ ഇന്ത്യ രാജ്യത്തോട് കരുണ കാണിക്കണമേ, ഞങ്ങളുടെ കുറവുകളൊന്നും നീ പ്രവർത്തിപ്പാൻ തടസ്സമായി നിൽക്കാതെ ദൈവമേ നീ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയാണ് സർവശക്തനായ ദൈവത്തിന് ഇഷ്ടം. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അവൻ യഹോവയോട് പ്രകാരം പ്രാർത്ഥിച്ചു. യഹോവേ, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിയത്. ഞാൻ ഇത് തന്നെയല്ലേ ഞാൻ തർശീശിലേക്ക് പോകുവാനുള്ള കാരണം നീ അതിനെ നശിപ്പിക്കുകയില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്നാൽ അതിന്റെ താഴത്തെ വാക്യത്തിൽ കരുണയും ദീർഘക്ഷമയും മഹാദൈവമുള്ളവനായ ദൈവം. യോനയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷെ അവൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചില്ല. അതാണ് യോനയ്ക്ക് അനിഷ്ടമായി തീർന്നത്. എന്നാൽ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അതാണ് നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകേണ്ടത്. യോനയ്ക്കറിയാം, നീ കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദൈവമുള്ളവൻ, നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ മറുപടി നൽകുന്നവൻ എന്ന് യോനയ്ക്കറിയാമായിരുന്നു. പക്ഷെ ദൈവം ചെയ്തത് യോനയ്ക്ക് അനിഷ്ടമായി തീർന്നു. എന്നാൽ നാം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നാം ചെയ്യുന്നവരായിരിക്കണം. ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ടോ അതാണ് നാം പ്രവർത്തിക്കേണ്ടത്. ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ടോ അതാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അതാണ് നാം നിവർത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിന്റെ ഇഷ്ടം എന്നിൽ നിവൃത്തിയാകണമേ. ഇന്ന് പകൽക്കാലം നാം പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട കർത്താവേ, നിന്റെ ഇഷ്ടം എന്തോ അത് നിവൃത്തിയാകണം. നിന്റെ ഇഷ്ടം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ജനം മാനസാന്തരപ്പെടണം എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ താഴത്തെ വാക്യത്തിൽ
നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവയെ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞു. നീ കോപിക്കുന്ന വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ അവനോട് ചോദിച്ചു. ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് ഇപ്രകാരം ചോദിച്ചാൽ നാം എന്താണ് മറുപടി പറയുന്നത്? നാം നമ്മുടെ പല ഇഷ്ടങ്ങളും നടക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നടക്കണമെന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ സ്വന്തം ഇഷ്ടമല്ല നടക്കേണ്ടത്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നടക്കേണ്ടത്. നീ കോപിക്കുന്നത് വിഹിതമോ, നീ ഇപ്രകാരം ചിന്തിക്കുന്നത് വിഹിതമോ, നീ ഇപ്രകാരം പ്രവർത്തിക്കുന്നത് നല്ലതാണോ എന്ന് സർവശക്തനായ ദൈവം അവനോട് ചോദിക്കുന്നു. എന്നാൽ അതിന്റെ താഴത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അനന്തരം യോന നഗരം വിട്ടുചെന്ന് നഗരത്തിന്റെ കിഴക്കേ വശത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുവോളം കീഴെ തണലിൽ പാർത്തു. ആ കീഴെ തണലിൽ അവൻ പാർത്തു. അപ്പോൾ യോന ആഗ്രഹിച്ചത് നഗരം നശിച്ചു പോകണമെന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് യോന നഗരം വിട്ട് അപ്പുറത്ത് പോയിട്ട് ഈ നഗരത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിന്റെ താഴത്തെ വാക്യം: യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടിവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു, അത് വാടിപ്പോയി. എന്നാൽ സൂര്യൻ ഉദിച്ചപ്പോൾ എന്തിനു വേണ്ടിയാണ് ദൈവം ആവണക്കുണ്ടാക്കിയത്? എന്തിനു വേണ്ടിയാണ് ആവണക്ക് അവനൊരു തണലായി തീർന്നത്? എന്തിനു വേണ്ടിയാണ് ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കിയത്? എന്തിനു വേണ്ടിയാണ് അതിനെ കുത്തിക്കളഞ്ഞത്, വാടിപ്പോകുവാനിടയായി തീർന്നത്? ദൈവത്തിന് ചില കാര്യങ്ങൾ അവനോട് സംസാരിപ്പാനായിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് തണലെന്ന് തോന്നുന്നതും നാം ചെയ്യുന്നത് ശരിയെന്ന് തോന്നുന്നതും എല്ലാം നമ്മുടെ ജീവിതത്തിൽ തെറ്റായിട്ട് വരുന്നു. കാരണം ദൈവം നമ്മെ വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ്. നീ ചെയ്തതല്ല ശരി, നീ പ്രവർത്തിച്ചതല്ല ശരി, നീ ചിന്തിച്ചതല്ല ശരി എന്ന് ദൈവം നമ്മെ കാണിച്ചു തരികയാണ്. കാരണം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു. യോനയ്ക്ക് പകരം ദൈവത്തിന് മറ്റൊരാളെ അയക്കാമായിരുന്നു. എന്നാൽ ദൈവം അയച്ചില്ല, യോനയെ തന്നെ ദൈവം അയച്ചു. എന്തിനു വേണ്ടിയാണ് ദൈവം യോനയെ അയച്ചത്? യോനയെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നു. അവൻ കോപിച്ചിട്ടും വീണ്ടും അവനോട് ദൈവം സംസാരിപ്പാൻ ഒരു കാരണമുണ്ട്. കാരണം ദൈവം അവനെ സ്നേഹിക്കുന്നു എന്ന് അവന് വീണ്ടും അറിയിക്കേണ്ടതിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം പല അവസ്ഥയിൽ കൂടെ ദൈവം നമ്മെ നടത്തുന്നത് നാം നശിച്ചു പോകേണ്ടതിനല്ല, ദൈവം നമ്മെ സ്നേഹിക്കുന്നെന്ന് അറിയേണ്ടതിന്. നമ്മുടെ പദ്ധതികളെല്ലാം ദൈവം തകർത്ത് കളയുന്നു എങ്കിൽ അത് നീ മനസ്സിലാക്കിക്കോ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത്, ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നത്. അത് ദൈവത്തിന്റെ രാജ്യത്തിന് നീ കൊള്ളാകുന്നവനായി തീരേണ്ടതിന് വേണ്ടിയാണ്. ഇവിടെ വായിച്ചു കേട്ടത്, ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി, അത് ആവണക്ക് കുത്തിക്കളഞ്ഞു, അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് അവന്റെ തലയിൽ അടുപ്പിച്ചു. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്ന് ചിന്തിച്ചു. വെയിൽ അടിച്ചപ്പോൾ അവൻ ഉഷ്ണം വന്നപ്പോൾ ഇനി ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് അവന് നല്ലത് എന്ന് അവൻ ചിന്തിച്ചു. ദൈവം യോനയോട് ആ സമയത്ത് നിന്നോട് സംസാരിക്കുന്നവനാണ് ദൈവം. ദൈവം യോനയോട് ഇപ്രകാരം പറഞ്ഞു: നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ? അവൻ ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതമെന്ന് അവൻ മറുപടി പറഞ്ഞു. അതിന് യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നില്ലേ? എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാ 1,20,000
1,20,000 ചെല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളും മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ. ഇന്ന് സർവശക്തനായ ദൈവം നമ്മോട് ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യമാണ്, നീ ഒരു ചെറിയ ആവണക്കിനോട് അയ്യോ ഭാവം തോന്നുന്നെങ്കിൽ 1,20,000 ചെല്ലുവാനും ജനങ്ങളും മൃഗങ്ങളും ഉള്ളതായിട്ടുള്ള ആ നിനവിയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ. ദൈവത്തെ പോലെ കരുണയുള്ളവരായിരിക്കണം. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കണ്ണുനീരോടുകൂടി അവന്റെ സന്നിധിയിൽ നാം ആയിരിക്കണം. അയ്യോ ഭാവം തോന്നുന്നതായിട്ടുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തോടുകൂടെ നമ്മളും അപ്രകാരം അയ്യോ ഭാവത്തോടുകൂടെ തകർന്ന ഹൃദയത്തോടുകൂടി ജനത്തിന് വേണ്ടി കരഞ്ഞാൽ തീർച്ചയായും ദൈവം മറുപടി നൽകാതിരിക്കുകയില്ല. വയനാട് സംഭവിച്ചു, അനവധി പേർ നശിച്ചു പോയി. എന്നാൽ നമുക്ക് എത്ര പേർക്ക് അയ്യോ ഭാവം തോന്നി, എത്ര പേർ കരഞ്ഞു, എത്ര പേർ പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞിട്ടില്ല, ദൈവത്തോട് അപേക്ഷിപ്പാൻ കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. അതെല്ലാം ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നാം ആയിരിക്കണം. ഇവിടെ യോനയ്ക്ക് അയ്യോ ഭാവം തോന്നിയത് അവന് തണലായി നിന്നതായിട്ടുള്ള മരത്തോടാണ്. എന്നാൽ സർവശക്തനായ ദൈവത്തിന് അയ്യോ ഭാവം തോന്നുന്നത് മരത്തോടല്ല, മനുഷ്യരോടും അവിടെ ആയിരിക്കുന്നതായിട്ടുള്ള മൃഗങ്ങളോടുമാണ്. കാരണം നമ്മുടെ ദൈവം കരുണയുള്ളവനായ ദൈവമാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം വായിച്ചത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ അവന്റെ ഇഷ്ടം നാം ചെയ്യുന്നവരായിരിക്കണം. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കിയത് കൊണ്ടോ, സർപ്പങ്ങളെ പിടിച്ചെടുത്തത് കൊണ്ടോ, പ്രവചിച്ചതുകൊണ്ടോ, വീര്യപ്രവൃത്തികൾ ചെയ്തതുകൊണ്ടോ ഒരു നാളും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഒരു നാളും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സുവിശേഷം പറഞ്ഞതുകൊണ്ടോ, പ്രാർത്ഥിച്ചത് അനവധി പേർക്ക് വിടുതൽ നൽകിയത് കൊണ്ടോ ഒരിക്കലും ദൈവത്തിന്റെ മകനായി മകളായി നമ്മൾ തീരുകയില്ല. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഇഷ്ടം നാം ചെയ്യുന്നവരായിരിക്കണം. അതിൻ്റെ തെളിവെന്താകുന്നു എന്ന് ചോദിച്ചാൽ, യേശു 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു. എന്നിട്ട് 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരെ അനുഗ്രഹിച്ചുകൊണ്ട്, അവരെ വേർതിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം നൽകുവാനും അവർക്ക് അധികാരം നൽകി അവരെ ദേശങ്ങളിലേക്ക് അയച്ചു. എന്നാൽ മറ്റൊരു ഭാഗത്ത് ഇപ്രകാരം പറയുന്നു, നിങ്ങളിൽ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ, എന്നാൽ അതിലൊരുവൻ പിശാചാകുന്നു. ഹല്ലേലൂയ. അവിടെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ആ പിശാചാണ് കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അവനോടുകൂടെ നടന്നത്. 2, ആ പിശാച് ആണ് അനേക രോഗികൾക്ക് സൗഖ്യം നൽകിയത്. യേശു തൻ്റെ ശിഷ്യന്മാരിൽ കൂടി അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. ഈ യൂദയും അവരോടൊപ്പം അത്ഭുതങ്ങളും അടയാളങ്ങളും അനവധി കാര്യങ്ങളും അവനും പ്രവർത്തിച്ചിട്ടുണ്ടാകും. എന്നാൽ ദൈവം അവനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്, ഞാൻ നിങ്ങളെ 12 പേരെ തിരഞ്ഞെടുത്തില്ലയോ, എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാകുന്നു. നിങ്ങൾ എന്നെ കാണിച്ചു കൊടുക്കും. ദൈവം നമ്മെ വിളിച്ചത് അവനെ ഒറ്റ കൊടുക്കുവാനല്ല. ദൈവം നമ്മെ വിളിച്ചത് ദൈവത്തെ നശിപ്പിച്ച് കളയുവാനല്ല. ദൈവം നമ്മെ വിളിച്ചത് അവൻ്റെ നാമം ദുഷിക്കുവാനല്ല. ദൈവം നമ്മെ വിളിച്ചത് അവനെ സ്നേഹിക്കുവാനും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുവാനും അവനായി ജീവിക്കുവാനും അവൻ്റെ വാക്കനുസരിപ്പാനും അവൻ്റെ യഥാർത്ഥമായ ഒരു ശിഷ്യനായിരിക്കേണ്ടതിന് വേണ്ടിയാണ്. ഇവിടെ 12 പേരും ഒരുപോലെ തന്നെ ആയിരുന്നു 3.5 വർഷവും. എന്നാൽ 3.5 വർഷം കഴിഞ്ഞപ്പോൾ, 3.5 വർഷം അടുക്കാറായപ്പോൾ ശിഷ്യനായിരുന്ന അതിലൊരുവൻ പിശാചായി മാറി. ഹല്ലേലൂയ. അപ്പോൾ അത്ഭുതങ്ങൾ കണ്ടല്ല വിലയിരുത്തേണ്ടത്, പ്രസംഗം കണ്ടല്ല വിലയിരുത്തേണ്ടത്, പ്രാർത്ഥന കണ്ടല്ല വിലയിരുത്തേണ്ടത്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ആരാണ് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ? ഒരുവനോട്
ഒരു പിതാവ് രണ്ട് മക്കളോട് ഇപ്രകാരം പറഞ്ഞു. മൂത്തവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയി എൻ്റെ തോട്ടത്തെ നോക്കണം, പരിപാലിക്കണം, നോക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് പോകുവാൻ മനസ്സില്ല. രണ്ടാമത്തവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ തോട്ടത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകാം അപ്പ എന്നവൻ പറഞ്ഞു. പക്ഷേ അവൻ പോയതുമില്ല. എന്നാൽ മൂത്തവന് പ്രകാരം അനുദപിച്ച് അവൻ രണ്ടാമത് അവൻ അപ്പൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് അവൻ തോട്ടത്തിലേക്ക് പോയി. ദൈവം ചോദിക്കുന്നത്, ഇവരിൽ ഏവനാണ് എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചവൻ? പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും അനുദപിച്ച് പിന്നത്തേതിൽ പോയവനാണ് അവന് പ്രിയനായി തീർന്നവൻ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതല്ല ദൈവം നോക്കുന്നത്, നാം എന്താണ് പ്രവർത്തിക്കുന്നത് എന്നാണ് നോക്കുന്നത്. ഇതുവരെ നാം പോയിട്ടുണ്ടാവുകയില്ല, ഇതുവരെ നാം അനുസരിച്ചിട്ടുണ്ടാവുകയില്ല, ഇതുവരെ നാം പ്രവർത്തിച്ചിട്ടുണ്ടാവുകയില്ല. എന്നാൽ എന്നാണ് ഇന്ന് നാം ചെയ്യുന്നത്, അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് നാം അവൻ്റെ അടുക്കൽ പോകുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 15-ാമത്തെ അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം, അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവന്റെ മേൽ നിഴലിട്ടു, അവന്റെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിനെന്ന് ഒരു ശബ്ദം കേൾപ്പാനിടയായി തീർന്നു. എന്താണ് അവിടെ ആ ശബ്ദം കേൾക്കുവാൻ കാരണമെന്ന് അതിന്റെ മുകളിലത്തെ വാക്യം, 1-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് ഓടിച്ചു വായിക്കാം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും അവന്റെ സഹോദരൻ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെണ്മയായി തീർന്നു. ഏലിയാവ് അവനോട് സംഭാഷിക്കുന്നതായി കേട്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം. ഒന്ന് മോശയ്ക്കും ഏലിയാവിനും ഒന്ന് നിനക്കും. ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും ഒന്ന് നിനക്കും. ഇത് പറഞ്ഞപ്പോൾ തന്നെ, അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ. എന്താണ് അപ്രകാരം കേൾക്കുവാനിടയായി തീർന്നത്? പത്രോസ് ആഗ്രഹിച്ചത് ഒരുമിച്ച് പാർക്കണമെന്നുള്ളതാണ്. ആ തീരുമാനം പറഞ്ഞപ്പോഴാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിനെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുവാനിടയായി തീർന്നത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവനോടൊപ്പം പാർക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവനോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ പടകിൽ എപ്പോഴും അവനുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവനോടൊപ്പം യാത്ര ചെയ്തുകൊണ്ട് സ്വർഗരാജ്യം പ്രാപിക്കുക, അക്കരെ കാണുന്നതായിട്ടുള്ള പ്രകാശത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സംസാരത്തിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുമോ? നമ്മുടെ പ്രവൃത്തികളിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുമോ? നമ്മുടെ വാക്കുകളിൽ ദൈവം നമ്മോട് കൂടി ഇരിക്കുമോ? ദൈവത്തോടുകൂടെ പാർക്കുവാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിനെന്നുള്ള ശബ്ദം കേൾക്കുവാനിടയായി തീരും. ഇത് ദൈവം നിർമ്മിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ ആലയം. ഈ ആലയത്തിൽ എപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഇവിടെ കർത്താവിനോടുകൂടെ പാർക്കുവാൻ, ഹിസ്കിയാവിനെ പോലെ ചുമരിൻ്റെ നേരെ മുഖം തിരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, ഹിസ്കിയാവിനെ പോലെ കരയുവാൻ, ഹിസ്കിയാവിനെ പോലെ നിലവിളിക്കുവാൻ ദൈവം ഒരുക്കിയതായ ദൈവത്തിന്റെ ആലയമാണ്. ഇന്ന് ദൈവത്തിന്റെ ആലയത്തിൽ പാർക്കുവാൻ, ദൈവത്തോടുകൂടെ വസിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിന്റെ ആലയത്തിൽ പ്രാർത്ഥിപ്പാൻ നമുക്ക് പൂർണ്ണ മനസ്സുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ശോധന ചെയ്യേണ്ടത്. നാം ആഗ്രഹിക്കുന്നെങ്കിൽ നാം ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളാണ്. നാം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ തേജസ് നമ്മുടെ മേൽ വരും. നാം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വരും. നാം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും.
എന്തുകൊണ്ടാണ് പത്രോസ് അപ്രകാരം പറഞ്ഞത്? അവൻ യേശുവിനോടുകൂടെ പാർക്കുവാനായിട്ട് ആഗ്രഹിച്ചു. ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട്, എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകാം. എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകാം. നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്ന എല്ലാം അവിടെ നിന്നോട് പറയും. അവിടെ നിന്നോട് പറയും. ഇവിടെ പൗലോസ് പറയുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം നാം മുന്നോട്ട് പോകുവാൻ. കർത്താവിനോട് ചോദിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ദൈവം നമ്മോട് പറയും, നീ ഇന്ന കാര്യം ചെയ്യണം, നീ എൻ്റെ മഹത്വത്തിന് വേണ്ടി നീ പ്രവർത്തിക്കണം, എൻ്റെ ഒരു സാക്ഷിയായി ജീവിക്കണം, നീ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, നീ ലോകത്തിൻ്റെ അറ്റത്തോളം പോകണം എന്നുള്ളത് ദൈവം നമ്മോട് സംസാരിക്കും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് ചോദ്യമില്ല. ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടപ്രകാരം പോവുകയാണ്. എന്നാൽ ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടപ്രകാരമല്ല പോകേണ്ടത്. കർത്താവിനോട് ചോദിക്കണം, കർത്താവ് പറഞ്ഞതുപോലെ പോകണം. എന്നാൽ മാത്രമേ കർത്താവ് നിന്നോട് കൂടി ഇരിക്കുകയുള്ളൂ. ഇവിടെ വായിച്ചു കേട്ടത്, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട്, എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകാം. എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകാം. നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്ന എല്ലാം അവിടെ നിന്നോട് പറയും. അവിടെ നിന്നോട് പറയും. ഹല്ലേലൂയ. നീ ആദ്യം ഞാൻ പറഞ്ഞത് ചെയ്. നീ എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകാം. അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയും. നീ എഴുന്നേറ്റ് പോകുവാൻ ആഗ്രഹിച്ചാലല്ലേ നിന്നോട് പറയേണ്ടുള്ളൂ, അല്ലെങ്കിൽ നിന്നോട് പറയണ്ട. അതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിസ്സാര കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്നത്. ദൈവം പറയുന്നത് ഇത്ര നിസ്സാരമായ കാര്യമാണോ എന്നുള്ളത്. എന്നാൽ ദൈവം പറഞ്ഞത് അനുസരിക്കുമ്പോൾ, നീ ഒരു കാര്യം ചെയ്യുമ്പോൾ ബാക്കി നിന്നോട് സംസാരിക്കുന്നവനാണ് ദൈവം. അതിൻ്റെ 26-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 26-ാം അധ്യായം അതിൻ്റെ 16. എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാം. നീ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാം. എന്നെ കണ്ടതിനും നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകന് സാക്ഷിയുമായി ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ഞാൻ നിനക്ക് പ്രത്യക്ഷനായത് എന്തിനു വേണ്ടിയാകുന്നു? ആ വചനം ഒരിക്കൽ കൂടി വായിക്കാം. നീ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാം. നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക, നീ എനിക്ക് വേണ്ടി നിൽക്കുക, നീ എൻ്റെ ഒരു സാക്ഷിയായി നിൽക്കുക, എൻ്റെ മഹത്വത്തിനായി നീ നിൽക്കുക. അപ്പോൾ നിന്നോട് കൂടെ ഞാൻ ഉണ്ടാകും. നീ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാം. നീ എന്നെ കണ്ടതിനും എന്തിനാണ് നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയത്? ഒന്ന്, നീ എന്നെ കണ്ടതിനും. ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. നീ എഴുന്നേറ്റ് നിൽക്കുക എന്ന് ദൈവം അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നിന്നത് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്, അവനെ കണ്ട കാര്യം ലോകത്തോട് പറയുവാൻ. രണ്ട്, അവൻ ഇനി എനിക്ക് വേണ്ടി പ്രത്യക്ഷനാകുന്നു എന്നുള്ള കാര്യം നീ മുഖാന്തരം അറിയിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് അവൻ്റെ ശുശ്രൂഷകനായി തീരുവാൻ. അവനെ കണ്ടതും അവനെ അറിഞ്ഞതും അവനിൽ കൂടി എന്തെല്ലാം പ്രാപിക്കുമെന്ന് ലോകത്തോട് വിളിച്ചു പറയേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് അപ്പോസ്തലൻ എന്ന പേരുണ്ട്, പക്ഷെ സുവിശേഷ വേലയ്ക്ക് പോകുന്നതായിട്ടുള്ള എത്ര പേരുണ്ട്? ഈ തിരുസന്നിധിയിൽ അനവധി പേർ വെള്ളവസ്ത്രമെല്ലാം ധരിച്ചിരിക്കുന്നുണ്ട്. ഇന്ന് ദൈവം ചോദിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിനക്ക് ഞാൻ പ്രത്യക്ഷനായത്? എന്തിനാണ് നിന്നെ ഞാൻ അഭിഷേകം ചെയ്തത്? എന്തിനാണ് നിന്നെ ഞാൻ എഴുന്നേൽപ്പിച്ച് നിർത്തിയത്? നീ അവനെ കണ്ട കാര്യം ലോകത്തോട് പറയുവാൻ. രണ്ട്, അവൻ വീണ്ടും വരുന്ന ദൈവമാകുന്നു എന്ന് ലോകത്തോട് പറയുവാൻ. അവൻ പ്രത്യക്ഷനാകുന്ന ദൈവമാകുന്നു എന്ന് അവൻ്റെ ഒരു സാക്ഷിയായി ജീവിപ്പാൻ, അവൻ്റെ ശുശ്രൂഷകനായി ജീവിപ്പാൻ, അവൻ്റെ ഇഷ്ടം ചെയ്യേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് നാം നമ്മുടെ ഇഷ്ടപ്രകാരമാണ് ജീവിക്കുന്നത്. അവൻ്റെ സാക്ഷിയായിട്ടല്ല നാം ജീവിക്കുന്നത്, നമ്മുടെ ഇഷ്ടപ്രകാരമാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ സ്വർഗരാജ്യം പ്രാപിപ്പാൻ കഴിയുകയില്ല.
ഹല്ലേലൂയ. സ്വർഗരാജ്യം പ്രാപിക്കണമെങ്കിൽ അവൻ്റെ ഇഷ്ടം നാം ചെയ്യുന്നവരായിരിക്കണം. ആരാണ് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ? ദൈവവചനം പഠിപ്പിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം, ഞാൻ നല്ല ഇടയൻ, ഞാൻ നല്ല ഇടയൻ, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ എനിക്കുള്ളവയെ അറിയുകയും ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവം നമ്മെ അറിയുന്നുണ്ട് എന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അറിയുകയും ചെയ്യുന്നു. ദൈവത്തിന് നമ്മെ അറിയാം, പക്ഷേ നമുക്ക് ദൈവത്തെ പലപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം എന്താകുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് നമ്മെ അറിയാം, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നറിയാം, പക്ഷെ പലപ്പോഴും ദൈവത്തെ നാം അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നടക്കുകയാണ്. എനിക്കുള്ളവയെ ഞാൻ അറിയുകയും ഞാൻ അവയെ അറിയുകയും അവ എന്നെ അറിയുകയും ചെയ്യും. നമ്മെ ദൈവം വിളിച്ചത് അവനുള്ളവനായി ജീവിക്കുവാനാണ്. ദൈവം നമ്മെ വിളിച്ചത് അവനെ അറിയുവാനാണ്. ദൈവം നമ്മെ വിളിച്ചത് അവൻ്റെ വാക്ക് കേൾക്കുവാനാണ്. ദൈവം നമ്മെ വിളിച്ചത് അവൻ്റെ സാക്ഷിയായി ജീവിക്കുവാനാണ്. അവനെ അറിയുകയും അവൻ എന്നെ അറിയുകയും അവൻ്റെ വഴിയിൽ കൂടി നടക്കുകയും ചെയ്യുവാനാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ 27-ാമത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാം. 10-ാം അധ്യായം 27. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. ഇന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവന്റെ ശബ്ദം കേട്ട് അവനോടൊപ്പം യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അനവധി ഇടയന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ നല്ല ഇടയനായ, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തവനായ ഈ ഇടയന്റെ പുറകെ നാം പോകണം. ഇവിടെ വായിച്ചു കേട്ടത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. നീ ദൈവത്തിന്റെ ആടാണോ, ദൈവത്തിന്റെ മകനാണോ, നീ അവന്റെ ശബ്ദം കേൾക്കുന്നവനായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചത് അവനെ അറിഞ്ഞ് അവൻ്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കേണ്ടതിന് വേണ്ടിയാണ്. ദൈവം നമ്മെ വിളിച്ചത് അവനെ അനുഗമിക്കുവാനാണ്. അപ്രകാരമാകുന്നു എന്ന് ഉറപ്പുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്താം. ഹല്ലേലൂയ. എന്നാൽ എത്ര പേർ അവനെ അനുഗമിക്കുന്നുണ്ട്? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. 2, എൻ്റെ ആടുകളെ ഞാൻ അറിയുന്നു, എൻ്റെ ആടുകൾ എന്നെ അനുഗമിക്കുന്നു. നീ ദൈവത്തിൻ്റെ ആടാണോ? നീ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. എന്താണ് ദൈവത്തിൻ്റെ ശബ്ദം? ദൈവത്തിൻ്റെ വചനം നാം മുറുകെ പിടിക്കുന്നവനായിരിക്കണം. ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. വചനത്തിലേക്ക് മടങ്ങി വന്നാൽ മാത്രമേ അവൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുകയുള്ളൂ, അവനെ അനുഗമിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ, അവൻ്റെ സാക്ഷിയായിട്ട് ജീവിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, എൻ്റെ ആടുകളെ ഞാൻ അറിയുന്നു, എൻ്റെ ശബ്ദം കേൾക്കുന്ന ആടുകളെ ഞാൻ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. എൻ്റെ ശബ്ദം കേട്ടാൽ അവർ എന്നെ അനുഗമിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. ഏതുവരെ നാം അനുഗമിക്കണം? സ്വർഗരാജ്യം എത്തുന്നതുവരെ. ഹല്ലേലൂയ. വാഗ്ദത്ത രാജ്യം പ്രാപിക്കുന്നത് വരെയും അവൻ്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുന്നവരായിരിക്കണം. അനവധി ശബ്ദങ്ങൾ ഈ ലോക ജീവിതയാത്രയിൽ നാം കേട്ടു എന്ന് വന്നേക്കാം. എന്നാൽ അവൻ്റെ ശബ്ദം തിരിച്ചറിയണം. അവൻ്റെ ശബ്ദത്തെ നീ അറിയണം, അവൻ്റെ ശബ്ദത്തെ നീ കേൾക്കണം, അവൻ്റെ ശബ്ദത്തെ നീ അനുസരിക്കണം. ആ ശബ്ദത്തിൻ്റെ പുറകെ മാത്രമേ നീ പോകാവൂ. എന്നാലേ ആ സ്വർഗരാജ്യം നിനക്ക് പ്രാപിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. അനവധി ശബ്ദങ്ങൾ ഈ യാത്രയിൽ നമുക്ക് കേൾക്കുവാൻ കഴിയും. എന്നാൽ എല്ലാ ശബ്ദവും സർവശക്തനായ ദൈവത്തിൻ്റെതല്ല. ദൈവത്തിൻ്റെ ശബ്ദം എന്താണോ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, ഇത് ഓരോരുത്തരും അനവധി കാര്യങ്ങൾ പറയും, പക്ഷെ ഇത് ദൈവവചനത്തിലുണ്ടോ എന്ന് ശോധന ചെയ്തിട്ട് വേണം ആ വചനം നിങ്ങൾ അനുസരിക്കുവാൻ. ഇവിടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അവയെ ഞാൻ അറിയുകയും
അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. ദൈവം നമ്മെ വിളിച്ചത് അവനെ അനുഗമിക്കുവാനാണ്. ദൈവം നമ്മെ വിളിച്ചത് അവന്റെ ശബ്ദം കേൾക്കുവാനാണ്. ദൈവം നമ്മെ വിളിച്ചത് അയ്യോ ഭാവം തോന്നേണ്ടതിന് വേണ്ടിയാണ്. ദൈവം നമ്മെ വിളിച്ചത് കരുണയുള്ളവരായി തീരേണ്ടതിനാണ്. ദൈവം നമ്മെ വിളിച്ചത് മനസ്സലിവുള്ളവരായി തീരേണ്ടതിനാണ്. ദൈവം നമ്മെ വിളിച്ചത് അവന്റെ സാക്ഷിയായി തീരേണ്ടതിനാണ്. ദൈവം നമ്മെ വിളിച്ചത് ലോകത്തിൻ്റെ അറ്റത്തോളം അവന്റെ സാക്ഷിയായി നാം തീരേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 16 മുതൽ 18. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ അത് ശ്രദ്ധ വെച്ച് കേട്ടു. ഹല്ലേലൂയ. ആര് സംസാരിച്ചപ്പോഴാണ് അവൻ ശ്രദ്ധ വെച്ച് കേട്ടത്? യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ അത് ശ്രദ്ധ വെച്ച് കേട്ടു. അതിന്റെ താഴത്തെ വാക്യം കൂടി വായിക്കാം. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മോട് ഈ വചനം സംസാരിച്ചത്? ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. ഹല്ലേലൂയ. അവന് പ്രയോജനമുള്ളവരായിരിക്കും എന്ന് ആഗ്രഹിച്ചിട്ടാണ് അവൻ നമ്മോട് ഈ വചനം ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നത്. ഈ ലോകത്തിൽ ഉന്നതന്മാരുണ്ട്, ശ്രേഷ്ഠന്മാരുണ്ട്, കൊള്ളാകുന്നവരുണ്ട്, നല്ലവരുണ്ട്, അറിവും വിദ്യാഭ്യാസമുള്ളവരുണ്ട്. എന്നാൽ ദൈവം നമ്മോട് സംസാരിച്ചത് നാം അവൻ്റെ സന്നിധിയിൽ ഒരു നിക്ഷേപമായിരിക്കേണ്ടതിന് വേണ്ടിയാണ്. ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു. ദൈവം നമ്മോട് അത്രമാത്രം കരുണ കാണിച്ചിരിക്കുന്നു. ഈ കരുണയെ നാം തള്ളിക്കളയാതെ വണ്ണം അവൻ്റെ നിക്ഷേപമായിക്കൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനം ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവനെ ആദരിക്കും. ഹല്ലേലൂയ. നമ്മെ ആദരിക്കേണ്ടതിന് വേണ്ടിയാണ് അവൻ നമ്മെ ഉപദേശിക്കുന്നത്. നാം കൊള്ളാകുന്നവരായി തീരേണ്ടതിനും നാം ശ്രേഷ്ഠന്മാരായി തീരേണ്ടതിനും ദൈവത്തിൻ്റെ രാജ്യത്തിൽ വലിയ പ്രതിഫലത്തോടുകൂടെ അവനോടൊപ്പം വാഴേണ്ടതിനും ഒരു മകനെ പിതാവ് ആദരിക്കുന്നത് പോലെ, തന്നെ ഇഷ്ടം ചെയ്യുന്നതായിട്ടുള്ള മകനെ പിതാവ് ആദരിക്കുന്നത് പോലെ ഒരു നാൾ ആദരിക്കേണ്ടതിന് വേണ്ടിയാണ് നമ്മെ അവന് ബുദ്ധി ഉപദേശിക്കുന്നത്. അവൻ്റെ ബുദ്ധി ഉപദേശത്തിങ്കൽ നാം ക്ഷീണിച്ചു പോകാതെ, അവൻ്റെ ശാസനയിൽ നാം തളർന്നു പോകാതെ, അവൻ്റെ ശിക്ഷണത്തിൽ നാം തളർന്നു പോകാതെ, അവൻ്റെ കോപത്തിൽ നാം വീണു പോകാതെ ഒരു നിക്ഷേപമായി കൊണ്ട് കർത്താവിന് പ്രയോജനമുള്ളവരായി, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി, അവൻ്റെ ശബ്ദം കേൾക്കുന്ന അവൻ്റെ ആടുകളായി, അവനെ അനുഗമിക്കുന്നവരായി, അവൻ്റെ വാക്ക് കേൾക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇവിടെ വായിച്ചു കേട്ടത് ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നീ നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം അന്നറിയും. ഹല്ലേലൂയ. അറിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് കേൾക്കുവാൻ ഇടവരരുത്. തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ നമ്മെ അവൻ ആദരിക്കണം. അവനെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവരും എന്താകുന്നു എന്ന് അന്നാളിലാണ് നമുക്കറിയുവാനായിട്ട് കഴിയുന്നത്. അന്നാളിൽ നമ്മെ ആദരിക്കേണ്ടതിന് ജീവവൃക്ഷത്തിൻ്റെ ഫലം നമ്മൾ തിന്നേണ്ടതിനും ജീവകിരീടം ചൂടേണ്ടതിനും സ്വർഗത്തിൽ സിംഹാസനത്തിൽ അവനോടൊപ്പം വാഴേണ്ടതിനും വലിയ പ്രതിഫലത്തോടുകൂടെ ദൈവരാജ്യത്തിൽ ആയിത്തീരേണ്ടതിനും വേണ്ടിയാണ് ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ ഉപദേശിച്ചിരിക്കുന്നത്. ആ ഉപദേശം കേട്ട് അനുസരിച്ച് മുന്നോട്ട് പോകണം. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് ഇപ്രകാരമാണ്: 10 കന്യകമാർ
അതിൽ 5 കന്യകമാർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരും. മണവാളന്റെ ആർപ്പുവിളി ഉണ്ടായി. എല്ലാവരും വിളക്ക് കത്തിച്ചു. എന്നാൽ 5 പേരുടെ വിളക്ക് കെട്ടുപോയി. എന്നാൽ അവർ പലവട്ടം അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ പോയി വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവേൻ. ഞങ്ങൾക്ക് നിങ്ങൾക്കും ഇല്ല എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ അവിടേക്ക് പോകുവേൻ. അവിടെ പോയി വാങ്ങി വന്നപ്പോഴേക്കും മണവാളൻ വാതിലടച്ചു. ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവേൻ. ആ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരരുത്. നാം പ്രാർത്ഥിച്ചതും നാം അധ്വാനിച്ചതും നാം അവൻ്റെ വേല ചെയ്തതും ഒന്നും വൃഥാവിലായി പോകരുത്. അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ മാത്രമേ സ്വർഗരാജ്യം പ്രാപിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കുകയുള്ളൂ. അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരണം. നമ്മുടെ കുറുവാക്യത്തിലേക്ക് കടന്നു വരാം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അതിന്റെ താഴത്തെ വാക്യം, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് അവൻ തീർത്തു പറയും. ഒരു നാളും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചതുകൊണ്ട് കാര്യമില്ല. അവൻ്റെ ആലയത്തിൽ ആരാധിച്ചതുകൊണ്ട് കാര്യമില്ല. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തില്ല എങ്കിൽ എന്തെല്ലാം നിനക്ക് യോഗ്യതകളുണ്ടെങ്കിലും എന്തെല്ലാം അത്ഭുതങ്ങൾ നിന്നിൽ കൂടെ നടന്നിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ആ വാക്ക് എത്ര വലിയ വാക്കാണ്. ഞാൻ നിന്നെ ഒരിക്കലെങ്കിലും അറിഞ്ഞിട്ടുണ്ട് എന്നല്ല അവിടെ പറയുന്നത്. ഒരു നാളും നിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല, നിന്നെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല, നിന്നെ ഞാൻ കാണുവാൻ ആഗ്രഹിച്ചിട്ടുമില്ല. ഒരു നാളും ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവേ എന്ന് ഞാൻ തീർത്തവരോട് പറയും. ഹല്ലേലൂയ. ഇന്ന് വലിയ ന്യായവിധിയുടെ വാക്കുകളാണ് ദൈവം നമ്മെ കേൾപ്പിച്ചത്. യോനയെ പോലെ കർത്താവിൻ്റെ ഇഷ്ടത്തിനപ്പുറമായി പ്രവർത്തിക്കേണ്ടതിനല്ല. 1,20,000 ചില്ലാനും ജനങ്ങൾ മൃഗങ്ങളും നശിച്ചു പോകുന്നതിനെ കുറിച്ച് അയ്യോ ഭാവം തോന്നുന്ന കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് നാം നിങ്ങളുടെ ജോലി മറന്ന്, നിങ്ങളുടെ കടഭാരവും കഷ്ടതകളും പ്രയാസങ്ങളെല്ലാം മറന്ന്, നിങ്ങൾ ഒരു ദിവസത്തെ അധ്വാനം നിങ്ങൾ മാറ്റിവെച്ച് ഇന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അയ്യോ ഭാവത്തോടുകൂടെ ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ടതിന് വേണ്ടിയാണ്. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. കരുണയുള്ള ദൈവം, മനസ്സലിവുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇന്ന് യാചിച്ചാൽ യാചനയ്ക്ക് മറുപടി നൽകാതിരിക്കുകയില്ല. ഹല്ലേലൂയ. അവൻ്റെ ഇഷ്ടം ചെയ്ത് നീ പ്രാർത്ഥിച്ചാൽ, നീ അവൻ്റെ ഇഷ്ടത്തിനായി ഏൽപ്പിച്ച് നീ പ്രാർത്ഥിച്ചാൽ, ആ തീരുമാനത്തോടുകൂടി നീ പ്രാർത്ഥിച്ചാൽ ഇന്ന് തീർച്ചയായും മറുപടി നൽകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് കേൾപ്പിച്ചതായിട്ടുള്ള വചനം പോലെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. വെറുതെ ജാതികളെ പോലെ കർത്താവേ കർത്താവേ എന്ന് ജൽപ്പനം ചെയ്യുന്നവരായിട്ടല്ല, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായിട്ടല്ല, ഭക്തിയുടെ വേഷമുള്ളവരായിട്ടല്ല. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ അത് ശ്രദ്ധ വെച്ച് കേട്ടു. ഹല്ലേലൂയ. ഇന്ന് നാം ദൈവസന്നിധിയിൽ സംസാരിക്കുന്ന, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, നമ്മൾ പരസ്പരം ദൈവത്തോട് നിലവിളിക്കുന്നതായിട്ടുള്ള, ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള, എല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അവൻ നമ്മുടെ നിലവിളി കേൾക്കുന്നവനാണ്. ഇതുവരെയും വന്നതായിട്ടുള്ള കുറവുകളെല്ലാം ദൈവത്തോട് ഏറ്റുപറയാം. ദൈവം എല്ലാ പാപങ്ങളും എന്നോട് ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. അപ്പോസ്തലൻ പൗലോസിനെ പോലെ നീ പറഞ്ഞതനുസരിപ്പാൻ, നീ പറഞ്ഞെടുത്ത് പോകുവാൻ, നിന്റെ സാക്ഷിയായി നിൽപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ദൈവസന്നിധിയിൽ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.